ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. നമ്മൾ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന മലയാള സിനിമയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഡയറക്ടർ ഇനി വരാൻ വേണ്ടി പോകുന്ന അപ്കമിങ് ആയിട്ടുള്ള മലയാള മൂവീസാണ്. അതിൽ ചിലത് വിട്ടുപോയിട്ടുള്ള നല്ല കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്നാമത്തെ മൂവി നോക്കി എമ്പുരാനാണ്. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ. അത് പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്തു. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വരുന്ന ഒരു ഫിലിം. മോഹൻലാലിനെ കൂടാതെ ടോവിനോ തോമസ്, മഞ്ജു വാര്യർ തുടങ്ങിയ ഒരുപാട് താരങ്ങളുണ്ട്. അതുപോലെ ഗസ്റ്റ് റോളിൽ നമ്മൾ പ്രതീക്ഷ ചെയ്ത ഒരുപാട് വ്യക്തികൾ കേൾക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എമ്പുരാൻ എന്തായാലും മാർച്ച് 27 റിലീസിനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും റിലീസ് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. തിയേറ്റർ സമ്പന്നം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എമ്പുരാനാണ് പൃഥ്വിരാജിൻ്റെ ആദ്യമായിട്ട് അല്ലെങ്കിൽ 2025 റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു മലയാള മൂവിയിൽ പറയാൻ സാധിക്കും. അപ്പോൾ എമ്പുരാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫിലിം തന്നെയാണ്. ഒരു പക്ഷേ മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിമിൽ അറിയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു നല്ല മികച്ച ചിത്രമാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മറ്റൊരു ചിത്രം നോക്കിയാൽ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഫിലിമാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിപിൻ ദാസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ദർശന കൂട്ടുകളിൽ വന്നിട്ടുള്ള ഒരു ഫിലിമിലെയും ഒരു പടത്തിൻ്റെ പേര് വിട്ടുപോയി അതിലെയും ഒരു നായകനായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, സന്തോഷ് ട്രോഫിയെ കുറിച്ച് എന്ത് പറഞ്ഞിരുന്നു. സന്തോഷം അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയൊരു പണിയും ഒക്കെയാണ് കഥയെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷ് ട്രോഫി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. അതുപോലെ തന്നെ കാളിയൻ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ കേരളത്തിൽ തന്നെ വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു മൂവിയാണ് കാളിയൻ. അത് മലയാളത്തിന് പുറമെ പല ഭാഷകൾ റിലീസിന് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഷൂട്ടിംഗ് 2025 അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2026 ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കാളിയൻ ഒരു എന്താ പറയുക, മുമ്പ് തന്നെ അതിന് മോഷൻ പോസ്റ്ററൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ചില അന്നത്തെ ആ സീൻസ് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു അപ്ഡേറ്റ് നോക്കി നോബഡി എന്ന് പറയുന്ന മൂവിയാണ്. ഇതിൽ നമ്മുടെ നിസാം ബഷീറാണ് ചിത്രത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. റൊഷാക്ക് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു. ഒരു ഹൊറർ ബേസ്ഡും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാനലിൽ പടം പിടിച്ച് നമ്മൾ ഞെട്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നോബഡി പക്ക ഒരു ആക്ഷൻ പടം എന്നാണ് കേൾക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നല്ല കഴിവുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ്. അതുപോലെ തന്നെ വലിയത്ത് ബുദ്ധ എന്ന് പറയുന്ന മൂവിയാണ് മറ്റേത്. നമുക്ക് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജിൻ്റെ പുഷ്പമാണ് വിഷയം സാധിക്കും. സച്ചി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഫിലിം ചെയ്യണമെന്നും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ചിത്രം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ വലിയ ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ടൊക്കെയാണ് റിലീസിൽ പ്ലാൻ ചെയ്ത് കേൾക്കുന്നുണ്ട്. 2025 തന്നെ എന്തായാലും വലിയത്ത് ബുദ്ധ റിലീസിനുണ്ടാവും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു പടം തന്നെയാണ്. അതുപോലെ തന്നെ ഇത്രയേറെ പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രോഹിത് VS-ൻ്റെ കൂടെ ഒരു പടം വരുന്നുണ്ട്. ഇത്രയേറെ പടങ്ങൾ മലയാളത്തിനുള്ളൂ. ഇത് തെലുങ്കിൽ നിൽക്കോട് നമ്മൾ നോക്കുക വെച്ചാൽ സലാർ 2 അങ്ങനെ ഇപ്പോൾ തന്നെ ടൈസൺ അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ ഉണ്ട്. മലയാളത്തിൽ ഇത്രയും സിനിമകളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ റിലീസിന് തയ്യാറെടുക്കുന്നത്. ഇതിലേതെങ്കിലും ഫിലിം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ.